മനുഷ്യർക്ക് ഭീഷണിയായ ആക്രമണകാരികളായ വിദേശ നായ്ക്കളുടെ ഇറക്കുമതി, പ്രജനനം, വിൽപ്പന എന്നിവ നിരോധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവിന് കേരള ഹൈക്കോടതിയുടെ ഭാഗിക സ്റ്റേ. നായ്ക്കളുടെ പ്രജനനം തടയാൻ നടപടി വേണമെന്ന ഭാഗമാണ് സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തത്. വന്ധ്യംകരണം ചെയ്യുമ്പോൾ നായ്ക്കൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമടക്കം ചൂണ്ടിക്കാട്ടി നായപ്രേമികളും ഉടമകളും നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് നടപടി. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് നേരത്തെ കർണാടക, കൽക്കട്ട ഹൈക്കോടതികളും ഭാഗികമായി സ്റ്റേ ചെയ്തിരുന്നു. നായ്ക്കളുടെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള നിരോധനം തുടരും. മാർച്ച് 12-നാണ് അപകടകാരികളായ 23 ഇനം വിദേശ നായ്ക്കളുടെ ഇറക്കുമതി, പ്രജനനം, വിൽപ്പന എന്നിവ വിലക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. റോഡ് വീലർ, പിറ്റ്ബുൾ ടെറിയർ, വുൾഫ് ഡോഗ്സ്, മാസ്റ്റിഫുകൾ തുടങ്ങിയവ നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നുണ്ട്. സങ്കര ഇനങ്ങൾക്കും നിരോധനം ബാധകമാണ്. ഡൽഹി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച വിദഗ്ധ സമിതി, മൃഗസംരക്ഷണ സമിതി എന്നിവയുടെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. നിരോധിക്കപ്പെട്ടവയ്ക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വിൽപ്പന ലൈസൻസ് ഉൾപ്പെടെ നൽകുന്നത് തടയണമെന്ന് കാട്ടി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിട്ടുണ്ട്. മനുഷ്യജീവന് സംരക്ഷണം നൽകുക, അപകടകാരികളായ ഇത്തരം നായ്ക്കളുടെ ആക്രമണം തടയുക എന്നിവയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിരുന്നു. നിരോധിക്കപ്പെട്ട ഇനങ്ങൾ ഇവയാണ്: പിറ്റ്ബുൾ ടെറിയർ, ടോസ ഇനു, അമേരിക്കൻ സ്റ്റാഫോർഡ്ഷെയർ ടെറിയർ, ഫില ബ്രസീലിയറോ, ഡോഗോ അർജന്റീനോ, അമേരിക്കൻ ബുൾഡോഗ്, ബോസ്ബോൾ, കങ്കൽ, സെൻട്രൽ ഏഷ്യൻ ഷെപ്പേർഡ് ഡോഗ്, കൊക്കേഷ്യൻ ഷെപ്പേർഡ് ഡോഗ്, സൗത്ത് റഷ്യൻ ഷെപ്പേർഡ് ഡോഗ്, ടോർണക് സർപ്ലാനിനാക്, ജാപ്പനീസ് ടോസ അക്കിത എന്നിവയാണ്. മാർച്ച് 12-ന് എല്ലാ രജിസ്റ്റർ ചെയ്ത ബ്രീഡർമാർക്കും പ്രജനനം നിർത്തണമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് അടുത്തിടെ പുറപ്പെടുവിച്ച സർക്കുലർ അനുസരിച്ച് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിരോധനം കർശനമായി നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. 23 വിദേശ നായ്ക്കൾ അവരുടെ അധികാര പരിധിക്കുള്ളിൽ മനുഷ്യർക്ക് ഭീഷണിയോ അപകടമോ ആണ്. ക്രൂരമെന്ന് അവകാശപ്പെടുന്ന പ്രത്യേക നായ് ഇനങ്ങളിൽപ്പെട്ട നായ്ക്കളുടെ കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കേന്ദ്ര സർക്കാരിന്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മനസ്സിലാക്കിയതിന് പിന്നാലെയാണിത്. അതേസമയം നായ്ക്കളുടെ മുഴുവൻ ഇനങ്ങളെയും അപകടകാരികളും ക്രൂരവുമായി മുദ്രകുത്തുന്നത് അന്യായവും ക്രൂരവുമാണെന്നാണ് നായപ്രവർത്തകർ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചത്. നായ്ക്കൾ മറ്റേതൊരു മൃഗത്തെയും പോലെ അവരുടെ ഇനത്തിന്റെ അന്തർലീനമായ സ്വഭാവ സവിശേഷതകളേക്കാൾ അവരുടെ വളർത്തൽ, പരിശീലനം, പരിസ്ഥിതി എന്നിവയെ അടിസ്ഥാനമായാണ് പെരുമാറുന്നത്. നയങ്ങളും സർക്കുലറുകളും പ്രത്യേകം ഇനങ്ങളെ അന്യായമായി ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം ഉത്തരവാദിത്തമുള്ള ഉടമസ്ഥതയിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിർദ്ദിഷ്ട നായ ഇനങ്ങളെക്കുറിച്ചുള്ള സ്റ്റീരിയോടൈപ്പുകൾക്കോ അനുമാനങ്ങൾക്കോ പകരം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് നിർണായകമാണ്. വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥാവകാശവും പൊതുസുരക്ഷയുമായി ബന്ധപ്പെട്ട ഏത് നയപരമായ തീരുമാനങ്ങളെയും സമഗ്രമായ ഡാറ്റ നയിക്കണം. ഉത്തരവാദിത്തമുള്ള ബ്രീഡിങ്ങിനെ പ്രധാനമാണെങ്കിലും പരിശീലനം, സാമൂഹികവൽക്കരണം, എല്ലാ ഇനങ്ങളിലുമുള്ള ഉത്തരവാദിത്ത ഉടമസ്ഥത തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് സുപ്രധാനമാണ്. മാത്രമല്ല, മിക്ക കേസുകളിലും നായ്ക്കൾ ഭീഷണിപ്പെടുത്തുകയോ പ്രകോപിപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്നതിന്റെ പ്രതികരണമായാണ് കടിക്കുന്നത്. നിർദ്ദിഷ്ട ഇനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള തീരുമാനങ്ങൾ ഉത്തരവാദിത്തമുള്ള വളർത്തുമൃഗങ്ങളുടെ ഉടമകൾക്കും അവരുടെ നായ്ക്കൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് നിർഭാഗ്യകരമാണ് എന്നും നായ് പ്രേമി പ്രവർത്തകർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.